ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ രാഹുൽ KP ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ISL ക്ലബായ ഒഡീഷ FC ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. 2026-27 സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് രാഹുലിന് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു കോൺട്രാക്ട് പുതുക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിന് അവിടെ അവൈലബിൾ ആണ്. 5 വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ചിലവഴിച്ചുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് മോശം പ്രകടനമായിരുന്നു രാഹുൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും രാഹുൽ KP എന്നാണ് ഒഡീഷയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തുക എന്നുള്ളത് നമുക്കറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ FCക്കെതിരെയാണ്. ജനുവരി 13 ആ ഒരു മത്സരം നടക്കുക. ആ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്താൻ രാഹുലിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. തന്റെ മുൻ ക്ലബിനെതിരെ അരങ്ങേറ്റം നടത്താൻ രാഹുലിന് കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ ഒഡീഷ അതിനു മുൻപേ ഒരു മത്സരം കളിക്കുന്നുണ്ട്. ചെന്നൈയിൻ FCക്കെതിരെ ജനുവരി 9 ഒഡീഷ ഒരു മത്സരം കളിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് അരങ്ങേറ്റം നടത്താനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. സെർജിയോ ലൊബേറ ഏത് മത്സരത്തിലാണ് താരത്തിന് അരങ്ങേറ്റം നടത്താനുള്ള അവസരം നൽകുക എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ അത് ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരൽപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഒഡീഷ ഈ സീസണിൽ അത്ര മികച്ച നിലയിൽ ഒന്നുമല്ല ഉള്ളത്. 14 മത്സരങ്ങൾ കളിച്ചിട്ട് 5 മത്സരങ്ങൾ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 20 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഏതായാലും രാഹുലിന് ഒഡീഷയുടെ ജേഴ്സിയിൽ തിളങ്ങാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.